നമസ്കാരം. സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണെന്നൊക്കെയാണ് പരക്കെ അറിയപ്പെടുന്നത്. ഭരത് അവാർഡ് വരെ നേടിയ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കുന്നത് പലപ്പോഴും അഭിനയമാണെന്ന് തോന്നിപ്പോകും. ചിലപ്പോഴൊക്കെ മറ്റൊരു വ്യക്തിത്വം കൂടി അറിഞ്ഞോ അറിയാതെയോ സുരേഷ് ഗോപി പ്രകടിപ്പിക്കും. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് വീട്ടിലായത് കാസർഗോഡ് ബന്തെടുക്കയിലെ BJP പ്രവർത്തകർ തന്നെയാണ്. BJPയുടെ കുറ്റിക്കോൽ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസായ KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാണ് സുരേഷ് ഗോപിയെ ക്ഷണിച്ചു വരുത്തി പ്രവർത്തകർ പുലിവാല് പിടിച്ചത്. പുലിവാല് പിടിച്ചു എന്ന് മാത്രമല്ല, നാറി നാണം കെടുകയും ചെയ്തു. ഓഫീസിലെത്തി വിളക്കം കൊളുത്തി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞതിന് ശേഷം പൊതുപരിപാടി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചതോടെ സുരേഷ് ഗോപിയുടെ മട്ട് മാറി. അദ്ദേഹം മുടക്കി ഒന്നുകിൽ സ്റ്റേജിലെ പൊതുപരിപാടി, അല്ലെങ്കിൽ ഓഫീസിലെ നിലവിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടനം. രണ്ടിലൊന്നേ പറ്റൂ. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മാത്രമേ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ എന്നായി സുരേഷ് ഗോപി. ഇതോടെ പ്രവർത്തകർ വീട്ടിലായി. എന്തായാലും പൊതുസമ്മേളനം മതിയെന്ന് സംഘാടകർ നിലപാടെടുത്തു. അതോടെ സുരേഷ് ഗോപി വേദിയിലെത്തുകയും പ്രാർത്ഥന കഴിഞ്ഞയുടൻ പ്രസംഗം ഏതാനും വാക്കുകളിൽ ഒതുക്കി വേദി വിടുകയും ചെയ്തു. ഒടുവിൽ പ്രവർത്തകർ ഏറെ നിർബന്ധിച്ചപ്പോഴാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഓഫീസ് ഒന്ന് കാണാമെന്ന് പോലും സുരേഷ് ഗോപി സമ്മതിച്ചത്. കാറിൽ അവിടെ എത്തിയ സുരേഷ് ഗോപി വിളക്ക് കൊളുത്തിയ ശേഷം മടങ്ങുകയും ചെയ്തു. ഇതോടെ അണികളും സ്ഥലം വിട്ടു. സുരേഷ് ഗോപി ആദ്യത്തെ തവണയല്ല ഇത്തരത്തിൽ പൊതുവേദിയിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി അതാകാം, പക്ഷേ അത് ജനങ്ങൾ സഹിക്കണമെന്നില്ലല്ലോ. അദ്ദേഹം വലിയൊരു നടനായിരിക്കാം, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാകാം, അതൊക്കെ ശരിയാണ്. പക്ഷേ പൊതുജനങ്ങളോട് പെരുമാറുമ്പോൾ ഒരു സാമാന്യ മര്യാദ പാലിക്കേണ്ടതുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നടന്ന ഒരാളെ ബലമായി തള്ളിമാറ്റി നടന്നുപോയ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ കുട വാങ്ങാൻ ശ്രമിച്ചയാളിൽ നിന്ന് ബലമായി മാറ്റിപ്പിടിച്ച് ക്രുദ്ധനായ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. ഒരു പരിധിവരെ ജനങ്ങൾ ഇതെല്ലാം സഹിക്കും. അത് കഴിഞ്ഞാൽ ജനങ്ങൾ വെറുക്കും. തൻ്റെ മാത്രം കഴിവ് കൊണ്ടാണ് തൃശ്ശൂരിൽ വിജയിച്ചതെന്നൊരു ഭാവം അദ്ദേഹത്തിനുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമൊക്കെ നടന്നതുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്. അല്ലാതെ കേന്ദ്രത്തിൽ പിടിപാടും നരേന്ദ്രമോദിയോട് അടുപ്പവും ഉണ്ടെന്ന് പറഞ്ഞ് ആരും വോട്ട് ചെയ്യില്ല. ഇതൊരു തരത്തിൽ പിണറായി വിജയനെ പോലെയാണ്. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഏറ്റവും അകന്നു പോയൊരു നേതാവായി പിണറായി മാറിയതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റമാണ്. സുരേഷ് ഗോപിയും അതിൽ നിന്ന് വലിയ വ്യത്യസ്തനൊന്നുമല്ല. എപ്പോഴും മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ പോലെ ആകരുത് ഒരു പൊതുപ്രവർത്തകൻ. സുരേഷ് ഗോപി തൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ പ്രവർത്തകർ പോലും അദ്ദേഹത്തെ തള്ളിക്കളയുമെന്ന് ഉറപ്പാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഉമ്മൻചാണ്ടി എന്ന പകരം വയ്ക്കാനില്ലാത്ത മനുഷ്യനെ ഓർത്തു പോകുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.